അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ വരെ രക്ഷപ്പെടിയല്ല, ഇന്ത്യയിൽ രക്ഷപ്പെടിയല്ല. അവർ മുഴുവൻ BJP-യിലേക്ക് പോയേ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ BJP-യിലേക്ക് പോയേ. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മക്കളെയൊക്കെ BJP-ക്ക് ദത്ത് കൊടുത്തിരിക്കുക. അറിയാമോ? ശശി തരൂർ വലിയ താമസമല്ലേ പോവും. G. സുധാകരന് എപ്പോൾ വേണമെങ്കിലും പോവാം. മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ ഉറപ്പല്ലേ? 100%. ആ, അത് സംശയമില്ലാത്ത കാര്യമാണ്. 100%. ഓക്കെ, അപ്പോൾ സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കും തന്നെ ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഇപ്പം ഇതിൽ കൂടുതൽ എൻ്റെ കാണുന്നില്ല കണ്ണിലൂടെ. നന്നാക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഏതെങ്കിലും മോശമാക്കിയത് കണ്ടോ? ഈ 9 വർഷം കൊണ്ട് ഇതുപോലെ കേരളം ഇന്ത്യയിൽ ഒന്നാമത് വന്ന എത്ര അവാർഡുകളായിരിക്കും വന്നത്? 49 എണ്ണം 4 കൊല്ലത്തിനുള്ളിൽ അവാർഡ്. കേന്ദ്രം 1ാം സ്ഥാനം. ഇതൊന്നും നിങ്ങൾ ആരും ചാനൽ കാണിയല്ല. ഞങ്ങൾ ഇതെന്തായാലും സംരക്ഷണം ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ആർക്കാരുടെ തെറി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കും. ഇവിടെ നല്ല കാര്യം പറഞ്ഞവരെ കൊടുക്കല്ലോ. നമുക്ക് കാണാം. നിങ്ങൾ ഏത് ചാനലാണ്? ഞങ്ങൾ യൂട്യൂബ് എന്നുള്ള ചാനൽ ഇതെന്തായാലും ഇടും. എല്ലാവരും അഭിപ്രായം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റാണ്. ഞങ്ങളിടും എന്തായാലും ഇടും. ഓക്കെ. അപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാടിന് വികസനം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചെറിയ ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീഡിയക്കാരത് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ചേട്ടൻ്റെ ഈ അഭിപ്രായവും ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം എല്ലാവരും അഭിപ്രായം എടുക്കണമല്ലോ. കുറ്റം പറയുന്നവരെ മാത്രമല്ല, പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായം നമുക്ക് പ്രസക്തമാണ്. അതുകൊണ്ട് ചേട്ടൻ്റെ അഭിപ്രായം ഞങ്ങൾ മാനിക്കുന്നു. ചേട്ടൻ പറയുന്നത് ഈ നാടിനെ തന്നെ ഒരുപാട് വികസനങ്ങൾ, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വികസനങ്ങൾ ഈ പോയ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ലോട്ടറി വ്യവസായത്തിലും സർക്കാർ അത് പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരാളുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരുടെ അഭിപ്രായങ്ങളും നമുക്ക് വേണം. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ തന്നെ 3ാം വട്ടം അധികാരത്തിലെത്തുമെന്ന് പറയുന്ന ചേട്ടൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് രേഖപ്പെടുത്താം.